എടപ്പാളിൽ വരുന്നു ദുബായ് മാതൃകയിലുള്ള ബസ് സ്റ്റാൻഡ്. നിരവധി പേർ പിന്തുണയുമായി എത്തിയതോടെ 6 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എം. എ. നജീബ് പറഞ്ഞു. എടപ്പാൾ നിവാസികളുടെയും വ്യാപാരികളുടെയും യാത്രക്കാരുടെയും ഉൾപ്പെടെ എല്ലാവരുടെയും പതിറ്റാണ്ടുകളായുള്ള ആവശ്യമാണ് ഇതോടെ യാഥാർത്ഥ്യമാവുക. മലപ്പുറം ജില്ലയിലെ പ്രധാന ടൗണുകളിലൊന്നായ എടപ്പാളിൽ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാനുള്ള നീക്കത്തെ സ്വാഗതം ചെയ്ത് വിവിധ മേഖലകളിലുള്ളവർ. പ്രധാന വ്യാപാര കേന്ദ്രമായ എടപ്പാൾ ജംഗ്ഷനിൽ ദുബായ് മാതൃകയിൽ ഡൌൺ ടൗൺ പദ്ധതിയും ഇതോടൊപ്പം വിഭാവനം ചെയ്യുന്നു. പൊതു സ്വകാര്യ സംയുക്ത പദ്ധതിയായാണ് പ്രാവർത്തികമാക്കുക. ബസ് ബേ, വിശ്രമ കേന്ദ്രം, പൊതു ശുചിമുറി, ഷോപ്പിംഗ് മാളുകൾ, മിനി കോൺഫറൻസ് ഹാൾ, ഫുഡ് കോർട്ട്, ഫ്ളാറ്റുകൾ, വൈബ് സ്ട്രീറ്റ്, നടപ്പാത തുടങ്ങിയ ഒട്ടേറെ ആധുനിക സൗകര്യങ്ങളോടെയാണ് ഡൗൺ ടൗൺ. അതിന്റെ പ്രാരംഭ ചർച്ചകളൊക്കെ കഴിഞ്ഞു. നമ്മുടെ അവിടുത്തെ പരിസരവാസികളോട് സ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ബസ് ബേ നിൽക്കുന്ന സ്ഥലം, ആ സ്ഥലത്തിൻ്റെ ഉടമയുമായി നമ്മൾ ഏകദേശം ധാരണയിലെത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് ചെറിയ ചെറിയ കടമ്പകൾ കടന്നാൽ നമ്മുടെ എടപ്പാളിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഏറെ വർഷങ്ങളായി കാത്തിരിക്കുന്ന ഒരു ബസ് ബേ നമുക്ക് യാഥാർത്ഥ്യമാകും. അപ്പോൾ അതിന് നാട്ടുകാരെല്ലാവരും, ഇപ്പോൾ ഇന്ന് പത്രത്തിലൊക്കെ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ എല്ലാ സംഘടനകളും അതുപോലെ തന്നെ നമ്മുടെ വ്യാപാരികളും എല്ലാവരും ഒന്നടങ്കം ഈ ഒരു പദ്ധതിയെ, സ്വപ്ന പദ്ധതിയെ വലിയ രീതിയിലാണ് സ്വീകരിച്ചിരിക്കുന്നത്. ബസ് സ്റ്റാൻഡാണ് ഇവയിൽ പ്രധാനം. കുറ്റിപ്പുറം തൃശൂർ റോഡിൽ നിന്ന് വൺ വേ ആയി ബസ്സുകൾ കടന്നുവന്ന് നിർദ്ദിഷ്ട ബസ് ബേയിൽ നിർത്തിയ ശേഷം ബൈപ്പാസ് വഴി പൊന്നാനി റോഡിലൂടെ പുറത്തിറങ്ങുന്ന രീതിയിലാണ് വിഭാവനം ചെയ്യുന്നത്. പഞ്ചായത്ത് ഭരണസമിതിയിലും സ്ഥലം ഉടമകളുമായും പ്രാഥമിക ചർച്ചകൾ ഇതിനോടകം തന്നെ നടന്നു കഴിഞ്ഞു. കുറ്റിപ്പുറം റോഡിൽ ക്രസന്റ് പ്ലാസ ഷോപ്പിംഗ് സെന്ററിനോട് ചേർന്നുള്ള സ്ഥലത്തുകൂടി വാഹനങ്ങൾ പ്രവേശിക്കുന്ന വിധമാണ് ബസ് സ്റ്റാൻഡ് വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇതിനോട് ചേർന്ന് ഷോപ്പിംഗ് കോംപ്ലക്സുകൾ നിർമ്മിക്കുക വഴി സ്വകാര്യ പങ്കാളിത്തമുള്ളവർക്കും ആദായം ലഭിക്കും. ഈ ഭാഗത്തെ സ്ഥലമുടമകളും കെട്ടിട ഉടമകളും പച്ചക്കൊടി കാട്ടിയതോടെ പദ്ധതി വേഗത്തിൽ യാഥാർത്ഥ്യമാക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് പഞ്ചായത്ത് സെക്രട്ടറിക്ക് ചുമതല നൽകിയിട്ടുണ്ട്. എടപ്പാൾ നിവാസികളുടെയും വ്യാപാരികളുടെയും യാത്രക്കാരുടെയും ഉൾപ്പെടെ സമസ്ത മേഖലയിലുള്ളവരുടെയും പതിറ്റാണ്ടുകളായുള്ള ആവശ്യമാണ് ഇതോടെ യാഥാർത്ഥ്യമാവുക. NCV ന്യൂസ് എടപ്പാൾ.